US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ചുമത്തിയ അധിക തീരുവയുടെ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് റഷ്യ. ഇന്ത്യയും ചൈനയും ഒന്നും അത്തരം അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ചൈനയോടും ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുകയെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കി. മാത്രമല്ല, ഇന്ത്യയും ചൈനയെയും പോലുള്ള പുരാതന നാഗരികതകൾ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ലെന്നും വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന US ആവശ്യം മറ്റു രാജ്യങ്ങളെ പുതിയ ഊർജ്ജ വിപണി തേടാനും കൂടുതൽ പണം ചിലവാക്കാനും നിർബന്ധിതരാക്കുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിനിടയിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് അമിതമായ തീരുവ ചുമത്തിയതിനു പിന്നാലെയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. കൂടാതെ ഇനിയുള്ള നാളുകളിൽ ഇന്ത്യയുമായും ചൈനയുമായും US പിടിച്ചു നിൽക്കാനാകാത്ത അതിരൂക്ഷമായ സാഹചര്യങ്ങളാണ് വരുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ അധിക തീരുവ ചുമത്തിയത് മുതൽ US സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഉന്നത വിദഗ്ധരിൽ നിന്നും US പ്രസിഡന്റിന് വൻതോതിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും ചൈനയും ഇന്ത്യയും പുരാതന നാഗരികതകളാണ്. അവരോട് എനിക്കിഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നിർത്തുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മേൽ താരിഫ് ചുമത്തുമെന്ന ഭാഷ ഉപയോഗിക്കുന്നത് വിലപ്പോകില്ല എന്നും ലാവ്റോവ് വ്യക്തമാക്കി. US സമീപനത്തിൽ ധാർമ്മികവും രാഷ്ട്രീയവുമായ എതിർപ്പുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. റഷ്യക്കെതിരായ പുതിയ ഉപരോധങ്ങളിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവും കാണുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിനെല്ലാം റഷ്യ മറികടന്നു. പിന്നീട് പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് നയതന്ത്ര ശ്രമത്തിന് പകരമായി ഉപരോധങ്ങൾ ഉപയോഗിച്ചു. ഒരു ഒത്തുതീർപ്പിനും ശ്രമമുണ്ടായില്ല എന്നും ലാവ്റോവ് വ്യക്തമാക്കി. ട്രംപും US ഭരണകൂടത്തിലെ ഉന്നതരും പതിവായി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇന്ത്യക്ക് പിന്തുണയുമായി റഷ്യൻ പ്രധാനമന്ത്രി രംഗത്തെത്തുന്നത്. റഷ്യൻ ചാനലായ വൺ ടിവിയുടെ ദി ഗ്രേറ്റ് ഗെയിം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലാവ്റോവ്. ഡൊണാൾഡ് ട്രംപ് ജൂലൈയിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ 25% താരിഫ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്ന് ആരോപിച്ച് 25% താരിഫ് കൂടി ചുമത്തി. ഇതോടെ ആകെ താരിഫ് 50%. ഓഗസ്റ്റ് 27-നാണ് 50% താരിഫ് പ്രാബല്യത്തിൽ വന്നത്. അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദത്തെ പ്രശംസിച്ചു. ഞാൻ ഇന്ത്യയുമായും മോദിയുമായും വളരെ അടുപ്പമുള്ള ആളാണ്. ഞങ്ങൾക്ക് വളരെ നല്ല സൗഹൃദമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത്. സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മോസ്കോയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഇത്തരം നടപടികളെന്നും അദ്ദേഹം വാദിച്ചു. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വ്യാപാരത്തെക്കുറിച്ച് ആവർത്തിച്ച് അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള തന്റെ അടുത്ത ബന്ധം ട്രംപ് എടുത്തു കാണിക്കുകയും ആഗോള എണ്ണവില കുറയ്ക്കുന്നത് റഷ്യയെ സ്ഥിരസ്ഥിതിയിലാക്കാൻ നിർബന്ധിതമാക്കുമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതായി കണ്ടെത്തിയെന്നും ട്രംപ് പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഇന്ത്യയുമായി വളരെ അടുപ്പമുള്ള ആളാണ്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നു. ഞങ്ങൾക്ക് വളരെ നല്ല ബന്ധമുണ്ടെന്നും അദ്ദേഹം മനോഹരമായ ഒരു പ്രസ്താവനയും നടത്തി. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ അവർക്ക് അനുമതി നൽകി. ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് വളരെ വലിയ താരിഫ് അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പോരാടുന്ന ആളുകൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല. എണ്ണവില കുറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, റഷ്യ അത് പരിഹരിക്കും. എണ്ണവില വളരെ കുറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കൺട്രി റീട്രീറ്റായ ചെക്കേഴ്സിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് ട്രംപിന്റെ പരാമർശങ്ങൾ വന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ട്രംപിന്റെ ഭീഷണികൾക്കോ വാക്കുകൾക്കോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതാക്കൾ വില കൽപ്പിക്കില്ല. അത് അദ്ദേഹത്തിന്റെ ഏകാധിപതി ഭരണം എന്ന നിലപാടിനോടുള്ള തിരിച്ചടികളാണെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.